Hello, Can you just stay on the line? who's this? Does it matter? ശ്ശേ, പ്ലീസ് കോൾ കട്ട് ചെയ്യരുത്. എനിക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണമായിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നോടൊന്ന് കുറച്ചു നേരം സംസാരിക്കുമോ? താൻ എന്തുദ്ദേശത്തിലാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാൻ താൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. സോ പ്ലീസ്. അയ്യോ, ഞാനതിന് തന്നെക്കുറിച്ച് ഒന്നും വിചാരിച്ചിട്ടില്ല. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെയാ. പക്ഷേ എന്തോ ഇന്നത്തെ രാത്രി എനിക്കൊത്തിരി ഹാർഡായിട്ട് തോന്നി. അതാ ഞാൻ തന്നെ അൺകംഫർട്ടബിൾ ആക്കിയെങ്കിൽ ഐ എം സോറി. ഞാൻ തന്നെ കോൾ കട്ട് ചെയ്തോളാം. അറ്റ്ലീസ്റ്റ് താൻ എൻ്റെ കോൾ എടുത്തല്ലോ, ജസ്റ്റ് ഇത്രയും സംസാരിച്ചല്ലോ. താങ്ക് യു ആൻഡ് ബൈ. ഏയ് വെയിറ്റ്. താൻ ഓക്കെ അല്ലേ? ശരി, ഞാൻ കോൾ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് സംസാരിക്കാം. തനിക്ക് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്നും കിട്ടിയതല്ല, ഞാൻ വെറുതെ ഒരു നമ്പർ ഡയൽ ചെയ്തതാ. എനിക്ക് പകരം ഈ കോൾ എടുത്തതൊരു പുരുഷനായിരുന്നെങ്കിൽ? തന്നോട് പറഞ്ഞത് തന്നെ അയാളോടും പറഞ്ഞേനെ. ഓ, അപ്പോൾ ഈ കോൾ കണക്റ്റ് ആയിരുന്നില്ല എങ്കിലോ? ഒരു പക്ഷേ ഞാൻ എൻ്റെ ഫോണും വലിച്ചെറിഞ്ഞ് എൻ്റെ ആത്മാവിനെ തന്നെ എന്നിൽ നിന്ന് സ്വതന്ത്രമാക്കിയേനെ. വാട്ട്? താനിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിൽ. സീരിയസ്ലി? താൻ എന്തൊരു മണ്ടത്തരാടോ കാണിക്കുന്നത്? താൻ ഇപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ മേലെയാണോ ഉള്ളത്? അതെ, പക്ഷെ താൻ പേടിക്കണ്ട, ഞാനിനി ചാടാനൊന്നും പോകുന്നില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോഴാ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്? അറിയില്ല, ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അവിടെ എങ്ങനെ ഇരുന്നാൽ ആശ്വാസമല്ല തോന്നാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്, താൻ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് രണ്ടടി പിറകിലേക്ക് മാറിയേ. എന്തിന്? ട്രസ്റ്റ് മീ, താനായിട്ട് നിർത്തിപ്പോകാതെ ഈ കോൾ ഡിസ്കണക്റ്റ് ആവില്ല. ഓക്കെ, ആരാ എന്താ എന്നറിയാത്ത എനിക്ക് വേണ്ടി താൻ ഇത്രയും സമയം കളയുന്നുണ്ടല്ലോ. ആ സമയത്തെയും തൻ്റെ വാക്കിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. താൻ അവിടെ നിന്നും മാറി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഹും, ഇനി താൻ നന്നായി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടെ. ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നില്ലേ? ഉണ്ട്. ശരി, ഇനി പറ, എന്താ തൻ്റെ പ്രശ്നം? ഞാൻ തന്നെയാണ് പ്രശ്നം. ഒന്നിനും കൊള്ളാത്ത ഒരു ഭൂലോക തോൽവിയാണ് ഞാൻ. എടോ, സ്വയം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാതെ താൻ എന്താണ് കാര്യമെന്ന് പറ. താൻ തോൽവിയാണോ അല്ലയോ എന്ന് ഞാനത് കേട്ടിട്ട് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മകനാണ്. ഞാൻ ജനിച്ചതോടെ എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു കുറവറിയിക്കാതെയാ അമ്മനെ വളർത്തിയത്. വലുതായി ഒരു ജോലിയൊക്കെ ആയാൽ എൻ്റെ അമ്മയെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കണമെന്നായിരുന്നു എനിക്ക്. ഞാൻ നന്നായി പഠിച്ചു, MBA എടുത്തു. ആ സമയത്ത് ഒരു സുഹൃത്തിനെ കിട്ടി. രണ്ടുപേർക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. ആ ആഗ്രഹം പാർട്ട്ണർഷിപ്പിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന തീരുമാനത്തിലെത്തി. ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഞാൻ അതിനുള്ള പണം കണ്ടെത്തിയത്. അത് മൊത്തം ആ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. പക്ഷേ സ്റ്റാർട്ടപ്പ് നടന്നില്ല. അവൻ എന്നെ വിദഗ്ധമായി പറ്റിച്ചു. എൻ്റെ പണം നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ബാങ്കിലെ കടങ്ങൾ തീർക്കാനുള്ള തന്ത്രപ്പാടിലായി. കിട്ടാവുന്ന ജോലിയെല്ലാം ചെയ്തു. പക്ഷേ അതൊന്നും ഒന്നിനും തികഞ്ഞില്ല എന്ന് മാത്രം. ഒടുക്കം വേറെ വഴിയില്ലാതെ അമ്മയുടെ പേരിൽ ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റ് ബാങ്കിലെ കടം ഞാൻ തീർത്തു. അതോടെ അമ്മയെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അമ്മയും കൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറി. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. കിട്ടാവുന്ന ജോലിയെല്ലാം ചെയ്തു. എന്നിട്ടും ഒന്നും എങ്ങും എത്തിയില്ല. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അതിനുശേഷം എല്ലാം നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. കണ്ട മാത്രമേ തന്നെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവളാണ് എൻ്റെ ലോകം എന്ന രീതിയിൽ ഹൃദയം കൊടുത്ത് ഞാൻ അവളെ പ്രണയിച്ചു. അവൾക്കും തിരിച്ച് അങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൾക്ക് എന്നെ വേണ്ട എന്നും പറഞ്ഞ് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ ഞാനൊക്കെ സ്റ്റക്കായിപ്പോയി. പിന്നീട് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അവളുടെ ലൈഫിൽ അവളെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നെ വേണ്ടെന്ന് വെച്ചതാണ്
എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞോ? എന്തേ? താൻ ഇപ്പം ഈ പറഞ്ഞ കഥയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കാനും മാത്രം ഒരു റീസൺ ഉള്ളതായിട്ട് തോന്നിയില്ല. അതോ ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ കൂടുതൽ ഇനി എന്താടോ വേണ്ടത്? ഒരച്ഛനില്ലാത്ത കുറവറിയിക്കാതെ വളർത്തി വലുതാക്കിയിട്ടും എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു നല്ല ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നതിൽ ഞാൻ തോറ്റുപോയി. പ്രണയവും പരാജയം. എൻ്റെ ഈ 28 വയസ്സിനിടയ്ക്ക് ഞാനെടുത്ത തീരുമാനങ്ങളെല്ലാം എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനിയും അത് തുടരണമെന്നാണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 28 ഏജ് എന്ന് പറയുന്നത് തൻ്റെ ലൈഫിൻ്റെ അവസാനമൊന്നുമല്ല. താൻ ഒരാളെ ട്രസ്റ്റ് ചെയ്തു, അതൊരിക്കലും ഒരു തെറ്റല്ല. തനിക്കൊരു പ്രണയമുണ്ടായി എന്നതും ഒരു തെറ്റല്ല. അതെങ്ങനെ ശരിയാകും? ഞാൻ ഒരാളെ വിശ്വസിച്ചതും ഒരാളെ ഹൃദയം കൊണ്ട് പ്രണയിച്ചതും എൻ്റെ ലൈഫിലെ തെറ്റായ തീരുമാനങ്ങളായിരുന്നില്ലേ? അല്ലടോ, തൻ്റെ തീരുമാനങ്ങളായിരുന്നില്ല തെറ്റ്, താൻ ചൂസ് ചെയ്ത ആളുകളായിരുന്നു. നിന്നെ അവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്നതാ സത്യം. തനിക്കിപ്പോൾ ഈ തോന്നുന്ന ഈ പെയിൻ ഉണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസാ. ഇനിയും ഒരാളെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ താൻ ഒന്ന് ചിന്തിക്കും, ഇല്ലേ? ശരിയാണ്, ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. താനത്ര സിമ്പിളായിട്ടല്ല നോക്കിക്കാണുന്നത്. ഇത്രയും നേരം എനിക്കിതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റില്ലെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ലടോ. താൻ ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്ത് ഇവിടെ വരെ എത്തിയ ആളല്ലേ. നഷ്ടപ്പെട്ട പണം നമുക്ക് ഇനിയും ഉണ്ടാക്കാം. നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ റീപ്ലേസ് ചെയ്യാൻ ശരിയായ ആളുകൾ ഇനിയും വരും. പിന്നെ പ്രണയം, ഇപ്പോൾ കഴിഞ്ഞതിനേക്കാൾ മനോഹരമായൊരു പ്രണയവും തൻ്റെ ലൈഫിലുണ്ടാകും. പിന്നെ തൻ്റെ അമ്മയെ ഒരു രാജ്ഞിയെപ്പോലെ നോക്കണമെന്ന സ്വപ്നമുണ്ടല്ലോ, അതിപ്പോഴും പോസിബിളാണ്. പക്ഷേ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ താൻ ഇവിടെ തന്നെ നിൽക്കണം. ഒന്നും വേണ്ട, ജസ്റ്റ് ഇന്ന് രാത്രി താൻ സേഫായി വീട്ടിലെത്ത്. തന്നെ കാത്ത് തൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടാവില്ലേ വീട്ടിൽ? ഹലോ, താൻ പോയോ? ഇല്ല, ഞാനിവിടെ തന്നെയുണ്ട്. എനിക്ക് എൻ്റെ അമ്മയുടെ കോള് വരുന്നുണ്ട്. ആണോ? എന്നാൽ അതെടുത്ത് സംസാരിക്കേ. എന്നിട്ട് വൈകാതെ തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് പറ. പറയാം. ഒരുപാട് നന്ദിയുണ്ട് എനിക്കായി നൽകിയ തൻ്റെ സമയത്തിനും വാക്കുകൾക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താൻ സേഫായിട്ട് വീട്ടിലെത്തിയാൽ മാത്രം മതി. ഓക്കെ. ഓക്കെ ദെൻ, ബൈ, ഗുഡ് നൈറ്റ്. വെയിറ്റ്, തൻ്റെ പേര്? ഹലോ അമ്മ. തൻവി, ഇറങ്ങല്ലേ? ആ, ഇറങ്ങുക. നീ നാട്ടിലേക്ക് പോകുവാണല്ലേ? ആ, പപ്പയുടെയും അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി അല്ലേ. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ, അതുണ്ട് 2 ദിവസത്തിനുള്ളിൽ. ഫൈനലി നീ അത് തിരിച്ചു പിടിച്ചു അല്ലേ? എൻ്റെ പപ്പയും അമ്മയും ലൈഫ് തുടങ്ങിയതും അവസാനിപ്പിച്ചതും അവിടെ വെച്ചാ. ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗമായിരുന്നു അത്. ഇനിയൊരു വിവാഹമൊക്കെ ആകാം കേട്ടോ. നോക്കാം. ഈ ഒറ്റയ്ക്കുള്ള ലൈഫ് എനിക്കും ബോറടിച്ചു തുടങ്ങി. നീ ഇന്ന് നേരെ ഫ്ലാറ്റിലേക്കല്ലേ? പക്ഷെ അതിനു മുൻപ് ഒരു കോഫി കുടിക്കണം. എനിക്ക് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പള്ളി റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോഫി ഷോപ്പുണ്ട്. തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല, പക്ഷെ അടിപൊളിയാ. ആണോ? എന്നാ ഒന്ന് പോയി നോക്കാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മാം, എന്താ വേണ്ടത്? ഒരു മിനിറ്റ്. ഹലോ, ഹൂസ് ദിസ്? ആ, സോറി, എനിക്ക് നമ്പർ കണ്ടിട്ട് മനസ്സിലായില്ല. ഇനി
പറ, First എന്താ of all, തന്റെ പ്രശ്നം? ഈ എന്താണ് ജോലി അതിന് മണ്ടത്തരം കാണിക്കുന്നെ? Okay then, bye. One cappuccino, please. It was you. Huh? You made me stay. It was a random call, but maybe it was meant.